ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് MCQs ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഒന്നും ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ MCQs നോക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഷോർട്ട് ടേം ഷെഡ്യൂളർ? It selects which process has to be brought into the ready queue. It selects which process has to be executed next and allocate CPU. It selects which process to remove from memory by swapping. None of the mentioned. ഇതിലേതാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ? ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെലക്ടിങ് വൺ പ്രോസസ് ഫ്രം ദ റെഡി ക്യൂ ആൻഡ് അസൈനിങ് ദ CPU ടു ഇറ്റ്, അല്ലേ? അതാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. അതുപോലെ തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടായിരിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് റാമിലാണ്, അതായത് നമ്മുടെ മെയിൻ മെമ്മറി തന്നെയാണ് ഷോർട്ട് ടേം ഷെഡ്യൂളറിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, when the time slot given to a process is completed, the process goes from the running state to the dash. അതായത് ഒരു ടൈം ഷെയറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ടൈം സ്ലോട്ട് നമ്മളൊരു പ്രോസസ്സിന് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ടൈം സ്ലോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും ഏത് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നതെന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്, റെഡി സ്റ്റേറ്റ്, സസ്പെൻഡഡ് സ്റ്റേറ്റ്, ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, റെഡി സ്റ്റേറ്റ്. ഇപ്പോൾ ടൈം ഷെയറിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് എന്താണ്? റൗണ്ട് റോബിൻ ലൈക്ക് ഒരു ഷെഡ്യൂളിംഗ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇഫ് എ പ്രോസസ് ഈസ് എക്സിക്യൂട്ടിംഗ് ഇൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ, ദെൻ നോ അതർ പ്രോസസ്സസ് ക്യാൻ ബി എക്സിക്യൂട്ടിംഗ് ഇൻ ദെയർ ക്രിട്ടിക്കൽ സെക്ഷൻ. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഓപ്ഷൻസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ക്രിട്ടിക്കൽ എക്സ്ക്ലൂഷൻ, സിങ്ക്രണസ് എക്സ്ക്ലൂഷൻ, അസിങ്ക്രണസ് എക്സ്ക്ലൂഷൻ. എന്താണ്? ഒരു പ്രോസസ്സ് ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു പ്രോസസ്സും ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കത്തില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ ഏതാണ്? എ ആണ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണ്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പം ഒരു കൺകറൻസി കൺട്രോൾ മാനേജ്മെൻറ്റ് സിസ്റ്റമാണിത്. അതായത് ഒരു പ്രോസസ്സ് മാത്രമേ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അത് അലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡേറ്റ ഇൻകൺസിസ്റ്റൻസി, റേസ് കണ്ടീഷൻസ്, കറപ്ഷൻ ഓഫ് ഷെയർ ഡേറ്റ, ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ സിങ്ക്രണൈസേഷൻ ടൂൾ? എന്താണ് സിങ്ക്രണൈസേഷൻ ടൂൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ത്രെഡ്, പൈപ്പ്, സെമാഫോർ, സോക്കറ്റ്. ആൻസർ ഓപ്ഷൻ സി, സെമാഫോർ. സെമാഫോർ എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റിജർ വേരിയബിളാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു കൺട്രോൾ ദ ആക്സസ് ടു എ ഷെയർഡ് റിസോഴ്സ് ബൈ മൾട്ടിപ്പിൾ പ്രോസസ്സ്. അപ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സസ് യൂസ് ചെയ്യുന്ന ഒരു ഷെയർഡ് റിസോഴ്സസിൻ്റെ ഒരു കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് സെമാഫോർ യൂസ് ചെയ്യുന്നത്. ഇതും മ്യൂച്വൽ എക്സ്ക്ലൂഷനകത്താണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ബൈനറി സെമാഫോർ വരുന്നുണ്ട്, അതുപോലെ തന്നെ കൗണ്ടിങ് സെമാഫോറും വരുന്നുണ്ട്. ബൈനറി സെമാഫോർ എന്ന് പറയുമ്പോഴത്തേക്കും 0, 1 എന്ന് പറയുന്ന വാല്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കൗണ്ടിങ് സെമാഫോർ യൂസ് ചെയ്യുന്നത് ഇൻറ്റിജർ വാല്യൂസ്, ഇനി ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺകറൻറ്റ് ആക്സസ് ടു എ ഷെയർ ഡേറ്റ മേ റിസൾട്ട് ഇൻ ഓപ്ഷൻസ് ഡേറ്റ കൺസിസ്റ്റൻസി, ഡേറ്റ ഇൻസെക്യൂരിറ്റി, ഡേറ്റ ഇൻകൺസിസ്റ്റൻസി, നൺ ഓഫ് ദി മെൻഷൻഡ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? കൺകറൻറ്റ് ആക്സസ് ടു എ ഷെയർ ഡേറ്റ. ആൻസർ ഓപ്ഷൻ സി, ഡേറ്റ ഇൻകൺസിസ്റ്റൻസി. അതായത് വെൻ 2 or more process access and modify the same data at a time and their execution is not properly synchronized, അല്ലേ? അപ്പോൾ ഇത് എന്തൊക്കെ കാരണങ്ങളുണ്ടാക്കും? ഒരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട്സോ റേസ് കണ്ടീഷനോ കറപ്റ്റഡ് ഡേറ്റാസോ ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് കൺകറൻറ്റ് ആക്സസ് ടു എ ഷെയർ ഡേറ്റ മേ റിസൾട്ട് ഇൻ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിറ്റുവേഷൻ വെയർ സെവറൽ പ്രോസസ്സസ് ആക്സസ് ആൻഡ് മാനിപ്പുലേറ്റ് ദ സെയിം ഡേറ്റ കൺകറൻ്റ്ലി ആൻഡ് ദ ഔട്ട്കം ഓഫ് ദ എക്സിക്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പർട്ടിക്കുലർ ഓർഡർ ഇൻ വിച്ച് ആക്സസ് ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് ഓപ്ഷൻസ് ഡേറ്റ കൺസിസ്റ്റൻസി,
race condition, aging and starvation. Race condition. Answer option B, race condition. അതായത് 2 or more processes access shared data at the same time. ഫൈനൽ റിസൾട്ട്സ് എന്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ദ ഓർഡർ ഇൻ വിച്ച് ദേ എക്സിക്യൂട്ട്. ദാറ്റ് ഈസ് റേസ് കണ്ടീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെമാഫോർ ഈസ് എ ഡാഷ് ടു സോൾവ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. ഓപ്ഷൻസ്: ഹാർഡ്വെയർ ഫോർ എ സിസ്റ്റം, സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ എ സിസ്റ്റം, ഇൻറ്റിജർ വേരിയബിൾ, നൺ ഓഫ് ദി മെൻഷൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് സെമാഫോർ എന്താണ്? ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻറ്റിജർ വേരിയബിളാണ് സെമാഫോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 2 അറ്റോമിക് ഓപ്പറേഷൻസ് പെർമിസിബിൾ ഓൺ സെമാഫോർ? 2 ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഓപ്ഷൻസ് എല്ലാം 1 കാണിക്കുന്നുള്ളൂ കേട്ടോ. ഓപ്ഷൻസ്: വെയിറ്റ്, സ്റ്റോപ്പ്, ഹോൾഡ്, നൺ ഓഫ് ദി മെൻഷൻഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, വെയിറ്റ്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്പറേഷനാണ് സിഗ്നൽ. ഓക്കെ, വെയിറ്റും സിഗ്നലുമാണ് സെമാഫോറിനകത്തുള്ള 2 അറ്റോമിക് ഓപ്പറേഷൻസ്. അതായത് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സെമാഫോറിൻ്റെ വാല്യൂ ഡിക്രീസ് ആകും. വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ യൂസ് ചെയ്യുമ്പോൾ സെമാഫോറിൻ്റെ വാല്യൂ എന്താകും? ഡിക്രീസ് ആകും. അതായത് വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും, ഇനി വാല്യൂ നെഗറ്റീവായിട്ട് വരുവാണെങ്കിൽ ഈ പ്രോസസ്സിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. ഇതാണ് നടക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, വെയിറ്റ് ഇസ് ഓക്കെ വൈൽ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ബിസി വെയിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് 1, അതായത് ഡിക്രീസ് ചെയ്തു വാല്യൂവിന്. ഇനി സിഗ്നൽ എന്ന് പറയുന്ന മറ്റൊരു ഓപ്പറേഷൻ ഉണ്ട്. സിഗ്നൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സെമാഫോറിൻ്റെ വാല്യൂവിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ഇത് അൺബ്ലോക്ക് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് സിഗ്നൽ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1. ഓക്കെ, നെക്സ്റ്റ്. The weight operation of the semaphore basically works on the basic dash system called. Options: stop, block, hold, wait. ബ്ലോക്ക്, നമ്മൾ പറഞ്ഞ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയ്യും. ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ സെമാഫോർ വാല്യൂ ഈസ് നെഗറ്റീവ്, ഓപ്ഷൻസ്: ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ദ നമ്പർ ഓഫ് പ്രോസസ്സസ് വെയിറ്റിംഗ് ഓൺ ദാറ്റ് സെമാഫോർ, ഇറ്റ് ഈസ് ഇൻവാലിഡ്, C, no operation can be further performed on it until the signal operation is performed on it, and D, none of the mentioned. അപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, സെമാഫോറിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഈസ് ദ നമ്പർ ഓഫ് ദ പ്രോസസ് വെയിറ്റിംഗ് ഓൺ ദാറ്റ് സെമാഫോർ. വെയിറ്റ് ആണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് വരുന്നത് വെയിറ്റ് ഓപ്പറേഷനിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.